നെല്ലിക്ക കറുപ്പിക്കാൻ പോവാ. അതിനകത്ത് കടുക് വറുത്ത് പൊടിച്ചത്, ഉലുവ വറുത്ത് പൊടിച്ചത്, കരിയാപ്പില വറുത്ത് പൊടിച്ചത്, പിന്നെ വെളുത്തുള്ളി ചതച്ച് എടുത്തത്, പിന്നെ കാന്താരിമുളക് ചതച്ചെടുത്തത്. അത്രയും കൂട്ടം ഈ കുറേശ്ശെ നെല്ലിക്ക ഇട്ടിട്ട് കുറേശ്ശെ പൊടിയൊന്ന് തൂളി കൊടുക്കണം. അതുപോലെ അതിനകത്ത് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അതുപോലെ ഇടകലശി നെല്ലിക്ക ഇട്ടിട്ട് അതുപോലെ അങ്ങോട്ട് പൊടിയും തൂളി ഉപ്പും ഇട്ട് എടുക്കണം. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് വേവിക്കണം. എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ കുറേ തണുത്ത് കഴിയുമ്പോഴത്തേനും അത് കുത്തി ഉടച്ച് എടുക്കണം. അപ്പോൾ നെല്ലിക്ക കറുപ്പിച്ച് ഇത് കുഴഞ്ഞത് ഒരു രീതിയിലിരിക്കും. അപ്പം നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റും. ഉണ്ടാക്കാൻ പോവാ. റെഡിയാണോ? ആ റെഡിയാ. നമുക്ക് ഉണ്ടാക്കിയേക്കാം കേട്ടോ. അപ്പം നമ്മൾ നെല്ലിമരത്തേന്ന് നെല്ലിക്ക വറക്കണേണ് കേട്ടോ. നമ്മുടെ GCDയിലുള്ള ഗ്രൗണ്ടിലുള്ള മരമാണ്. അറിയാൻ നെല്ലിക്ക ഉണ്ടായിരുന്നുണ്ടോ, ഇഷ്ടംപോലെ നെല്ലിക്ക ഉണ്ടായിരുന്നു, നല്ല നെല്ലിക്ക. അപ്പോൾ അതേ അവന്മാരതിൽ കയറി പറിക്കണേണ് കേട്ടോ. ഞാനില്ലാത്ത സമയത്ത് പറിച്ചാണ് കേട്ടോ. ഞാൻ നല്ല അടിയിലിങ്ങനെ പുതപ്പൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ അതിലോട്ട് വല്ല തുണിയൊക്കെ പിടിച്ച് അതിലോട്ട് പറിക്കാമെന്നൊക്കെ ഓർത്തിരുന്നു. അപ്പം ഞാനില്ലാത്ത സമയത്ത് എന്നെ സഹായിക്കാൻ പോയതാണത്. കയറിയിരിക്കണുണ്ടോ ഒരുത്തൻ. അവൻ എപ്പോഴും ഇതിൽ കയറണേണ് കേട്ടോ. ഇത് കണ്ട് പിള്ളേരൊന്നും കയറിയേക്കരുത്. തോട്ടി ഒന്നും ഉണ്ടായില്ല, പൈപ്പ് ഒന്നുമില്ല തോട്ടിക്ക്. വെറുതെ അടിച്ചടിച്ച് പറക്കണത് അവൻ്റെ തലയിൽ കൂടെയൊക്കെ വീണിട്ടാ. എന്നിട്ട് തന്നെത്താൻ കയറി മുഴുവൻ തല്ലി താഴെ ഇടുകയാണ്. എന്നിട്ട് താഴെ കുറേ പേര് നോക്കി നിൽപ്പുണ്ട്. അതൊക്കെ അവൻ്റെ കൂട്ടുകാരാണ്. റസൽ അവനൊക്കെ അവിടെ നോക്കി നിൽക്കുകയാണ്. അവന് ഓർഡർ കൊടുക്കണം, അങ്ങനെ ചെയ്യടാ ഇങ്ങനെ ചെയ്യടാന്നൊക്കെ പറഞ്ഞിട്ട്. ഒരുത്തൻ വീഡിയോ എടുക്കണ്. അപ്പം അതിൻ്റെ നമുക്ക് കുറേ നെല്ലിക്ക കിട്ടിയിട്ടാണ്. നല്ല ഫ്രഷ് വിഷമൊന്നും ഇല്ലാത്ത അതേ കണ്ടോ, നല്ല അടിപൊളി നെല്ലിക്ക. പക്ഷേ ഇത്തിരി ചതഞ്ഞു പോയി മേളിൽ നിന്ന് വീണപ്പോൾ. അതേ നമുക്ക് വേണ്ട സാധനങ്ങൾ നെല്ലിക്ക, വെളുത്തുള്ളി, കറിവേപ്പില, കാന്താരിമുളക്, ഉലുവ, കടുക്, ഇത്രയും സാധനങ്ങൾ വേണം നമുക്ക്. ഇനി ഇതൊക്കെ വറുത്ത് പൊടിച്ചെടുക്കണം നമുക്ക്. ഉലുവ വറക്കണം. ഉലുവ എല്ലാം വേറെ വേറെ വറക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ കുറച്ചാവും കുറച്ച് ആവിയേല. അപ്പം അതുകൊണ്ട് ഉലുവ ആദ്യം വറുത്ത് പൊടിച്ചെടുത്ത്, ഇനി കറിവേപ്പില പൊടിച്ചെടുത്ത്, അതുപോലെ കടുകും പൊടിച്ചെടുത്ത്. ഇത് വറക്കണത് എവിടെയോ മിസ്സായിപ്പോയി. വെളുത്തുള്ളി ചതച്ചെടുത്ത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത്, അതുപോലെ പച്ചമുളകും ക്രഷ് ചെയ്തെടുത്ത്. എന്നിട്ട് ഇതെല്ലാം നമുക്കെടുത്ത് വെച്ചിട്ട് ഒരു ചട്ടിയിലാണ് കേട്ടോ വെച്ചത്. ചട്ടിക്കകത്ത് നെല്ലിക്ക ഇടുക, പിന്നെ പൊടികളിടുക. എല്ലാ പൊടിയിൽ നിന്നും കുറേശ്ശെ ഇടണം. ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പ് ഇടയിൽ കൂടെ ഇടണേ. ഓരോ ലെയർ ഇടുമ്പോഴും അതിൻ്റെ കൂടെ ഇതെല്ലാ സാധനങ്ങളും കുറേശ്ശെ ഇട്ട് കൊടുക്കണം. നമുക്കൊരു ഇതുണ്ടല്ലോ, ഓരോ പിടുത്തം ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒരു പിടുത്തം ഇങ്ങനെ എടുത്ത് വെതറി കൊടുക്കണം. അത് കഴിഞ്ഞ് വീണ്ടും നെല്ലിക്ക ഇടണം അതിൻ്റെ മുകളിൽ വീണ്ടും നെല്ലിക്ക ഇടുക. അത് ഇപ്പം ചെയ്ത പോലെ തന്നെ എല്ലാത്തിൽ നിന്നും കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എല്ലാ സാധനങ്ങളും അതങ്ങനെ തീരണോടം വരെ, നമ്മുടെ നെല്ലിക്കയും ഈ പൊടികളും തീരണോടം വരെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇതിന് അത്യാവശ്യം വെള്ളം ഉണ്ടാവും. ഇത്തിരി വെള്ളം ഇല്ലാതിരിക്കണേ നല്ലത്. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച്. അപ്പോൾ നമ്മളതിനെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ അതിനെ ഇളക്കി ആ വെള്ളം വറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് പൂത്ത് പോകും കേട്ടോ. വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെല്ലിക്ക കറുപ്പിച്ചത് റെഡിയായി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.